നമസ്തേ. പ്രൊഫസർ റാൻഡി പോഷിന്റെ ലാസ്റ്റ് ലെക്ചർ എന്ന പ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 2008 ലോകത്തെ സ്വാധീനിച്ച 6 വ്യക്തികളിൽ ഒരാളായി ടൈം മാഗസിന്റെ പട്ടികയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ധാരാളം ആളുകൾ ദിവസത്തിന്റെ നല്ല പങ്കും ചെലവഴിക്കുന്നതായി ഞാൻ കണ്ടെത്തി. മറ്റുള്ള ആൾക്കാരുടെ തലയിൽ എന്താണെന്ന് ആരും ഒരിക്കലും ആകുലപ്പെടാതിരുന്നാൽ നമുക്ക് നമ്മുടെ ജോലിയും ജീവിതവും 33% കൂടുതൽ ഫലപ്രദമായി നയിക്കാൻ കഴിയും. എന്റെ ഗവേഷണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെ പറയും: ഞാൻ എന്ത് ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടരുത്. നല്ലതായാലും ചീത്തയായാലും എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ എനിക്ക് ആളുകൾക്ക് ഉറപ്പു നൽകാൻ കഴിയും. എന്റെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും അതിനെ അഭിനന്ദിച്ചു. റാൻഡി എന്താണ് ചിന്തിക്കുന്നത് എന്നാലോചിച്ച് അവർ അധികം സമയം പാഴാക്കാറില്ല. അതിനാൽ മറ്റുള്ളവരെക്കാളും 33% അധികം കാര്യപ്രാപ്തിയുള്ളവരാണ് എന്റെ ടീമിലുള്ളത്. നല്ല കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു നിരീക്ഷണമല്ലേ? ഈ ദിനങ്ങളിൽ അത് നസറേത്തിലെ മരപ്പണിക്കാരൻ ജോസഫിനെ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും അയാൾ അങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ടിരിക്കുമോ? എന്തായാലും ദൈവം പറയുന്നതിനെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ ദർശനമുണ്ടായി. കണ്ണു തുറന്നാൽ കാഴ്ച, കണ്ണടച്ചാൽ ദർശനം എന്ന പഴയ വരിയാണ് ഓർമ്മയിൽ വന്നത്. അതീതമായ ചില ഉൾക്കാഴ്ചകളോടെയാവണം ജീവിതം. കേവലം പുറം കാഴ്ചകളിലും വെറും വാക്കുകളിലും തട്ടി അമരാനുള്ളതല്ല സഖാവേ ഒരു നിയോഗവും. ആദരവോടെ സഖേർ.